ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ശരീരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന വൈറസിൻ്റെയോ ബാക്ടീരിയയുടെയോ സാന്നിധ്യം ഇന്ന് ഒട്ടുമിക്കവരും അറിഞ്ഞിരിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്ന വിഷയം. അതിനെ നിന്ന് ഒഴിഞ്ഞു മാറി എടുക്കുവാനുള്ള ശ്രമം ഉണ്ടാവണം എന്ന് തന്നെയാണ് പ്രധാനമായിട്ട് ഞങ്ങൾക്ക് ഈ രണ്ടാമത്തെ പാർട്ടിലൂടെ പറയുവാൻ മുന്നോട്ട് വയ്ക്കുന്ന വിഷയം. ആരും ഒട്ടും മുന്നോട്ട് വരാൻ തയ്യാറല്ല. എൻ്റെ രക്തം ഒന്ന് പരിശോധിച്ച് എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, നാളെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, നാളെ ഞാൻ കുഴഞ്ഞു വീണ് പാരലൈസ് ചെയ്ത് പോകാനോ ഉള്ള സാധ്യതയുണ്ടോ, നാളെ എനിക്ക് സ്ട്രോക്ക് വരാൻ, എൻ്റെ ബ്രെയിനിലെ രക്തസഞ്ചാരം തടസ്സം വരാൻ സാധ്യതയുണ്ടോ, എൻ്റെ പാൻക്രിയാസിനോ എൻ്റെ തൈറോയ്ഡ് ഗ്ലാൻഡിനോ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു വിശകലനം നടത്താൻ, മുൻകൂട്ടി അനലൈസ് ചെയ്ത് നോക്കാൻ ആരും മുന്നോട്ട് തയ്യാറാവുന്നില്ല. അത് ഏറ്റവും വലിയൊരു അപകടം തന്നെയാണ് ഇന്നത്തെ നമ്മൾ ആഹാര രീതികൾ വെച്ച് നോക്കുമ്പോൾ. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇതാണ്: വൈറസ് നമ്മുടെ ശരീരത്തിൽ കാലാകാലങ്ങളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡ് ക്ലോട്ട് ചെയ്യും. ബ്ലഡ് ക്ലോട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ത്രോംബോസിസ് കൂടുതലായിട്ടുള്ള ത്രോംബോസിസ് ഫോർമേഷൻ ഉണ്ടായിട്ട് അത് പിന്നീട് വലിയ എംബോളിസമായിട്ട്, വലിയ തടസ്സമായിട്ട് രക്തക്കുഴലിൽ സംഭവിച്ചിട്ട് രക്തം ഒട്ടും ഒഴുകാത്ത വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഹാർട്ട് ബ്ലോക്കായി അല്ലെങ്കിൽ രക്തക്കുഴൽ ബ്ലോക്കായി എന്ന് പറഞ്ഞ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് മാറാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മുൻകൂട്ടി മനസ്സിലാക്കി. നമസ്കാരം. ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ ചാനലായ GTM 21 ഒന്നാമത്തെ എപ്പിസോഡ് പാർട്ട് 1 നമ്മൾ കേട്ടു കഴിഞ്ഞു. പാർട്ട് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പാർട്ട് 2 പ്രധാനമായും 3 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്കിൻ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഒന്നാമത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും സ്കിൻ ഡിസീസാണ്. തുടർന്നുള്ള ഓരോ എപ്പിസോഡും ഓരോ തരത്തിലുള്ള ഡിസീസിനെ കുറിച്ചായിരിക്കും വിശകലനം ചെയ്യുന്നത്. ഇവിടെ എടുത്തു പറയത്തക്ക രീതിയിൽ സ്കിൻ ഡിസീസുമായിട്ടുള്ള ബന്ധപ്പെട്ട പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഇങ്ങനെ ഉണ്ടാവും. തുടർന്നും ധാരാളം മെയിലുകളും ധാരാളം ചോദ്യങ്ങളും വരുന്നുണ്ട്. അതിനെ കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടെ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ പാർട്ട് 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 കാര്യങ്ങൾ. പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ്: എന്താണ് ശരിക്കും സ്കിൻ ഡിസീസ്? രണ്ടാമത്തെ കാര്യം, എന്താണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മളെ ഈ എന്താണ് സ്കിൻ ഡിസീസ് നമ്മളെ കാണിക്കാൻ ശ്രമിക്കുന്നത്, നമ്മൾ അറിയിക്കുവാൻ ശ്രമിക്കുന്നത് എന്നുള്ള പ്രസക്തമായ ഒരു ഭാഗം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ വിഷയം തന്നെ, എന്തുകൊണ്ട് ഒരാൾക്ക് ശക്തമായ പെയിനും ഹാർട്ട് ഡിസീസും ഉണ്ടാവുന്നു, സ്കിൻ ഡിസീസും ഹാർട്ട് ഡിസീസുമായിട്ടും ഉള്ള പരസ്പര ബന്ധം എന്താണ്? ഈ 3 കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ഭാഗം തന്നെ ഇങ്ങനെയാണ്: എന്താണ് ശരിക്കും സ്കിൻ ഡിസീസ്? എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി ഒന്നാമത്തെ എപ്പിസോഡ് തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. രണ്ടാമത് വന്ന് ചോദിക്കുന്ന വിഷയം, യഥാർത്ഥത്തിൽ എന്താണ് സ്കിൻ ഡിസീസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തിനെ സൂചിപ്പിക്കുന്നു? ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് കംപ്ലയിൻസ് ഉണ്ടാവുന്നു, റിലേറ്റഡ് പെയിൻസ്, അൻജൈന പോലുള്ള വേദനകൾ അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന കണ്ടീഷനാണ്. അൻജൈന എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. അത് എന്തുകൊണ്ടുണ്ടാവുന്നു, എന്തുകൊണ്ട് സൈലൻ്റ് അറ്റാക്ക് ഉണ്ടാവുന്നു? ഈ ഹാർട്ടിനെ സംബന്ധിച്ച് തന്നെ വേറൊരു എപ്പിസോഡ് ഉണ്ടാവും. ആ എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഹാർട്ടിനെ കുറിച്ചും ഹാർട്ട് ഡിസീസിനെ കുറിച്ചും വ്യക്തമായി വിവരിക്കുന്നതായിരിക്കും. പക്ഷേ ഈ എപ്പിസോഡ് സ്കിന്നിൻ്റെ ആയതുകൊണ്ട് സ്കിൻ ഡിസീസും ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയായിരിക്കും സംസാരിക്കുന്നത്. ചോദ്യങ്ങളുടെ സാരാംശം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഹാർട്ട് ഡിസീസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്കിന്നും ഹാർട്ട് ഡിസീസും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്ത്യൻ മിനിസ്ട്രി ഓരോ എപ്പിസോഡിലും ഓരോ ഡിസീസുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയങ്ങൾ വരുമ്പോഴും ആവശ്യമായ എല്ലാ ചോദ്യങ്ങളുടെയും വ്യക്തമായ മറുപടി നൽകിക്കൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം ഡോക്ടർമാരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഓരോ എപ്പിസോഡിലും ഓരോ പാർട്ടും തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ശാസ്ത്രീയവും ഗൗരവമേറിയ വിഷയങ്ങൾ മാത്രമാണ് ഇതിലുണ്ടാവുക. ഇതിൽ ചർച്ചകളും ഉണ്ടാവും എന്നുള്ളത് വളരെ പ്രസക്തമായൊരു ഭാഗമാണ്. GTM 21 എന്ന ഈ ചാനലിൽ ഓരോ ഡിസീസിലും കുറിച്ച് പ്രതിപാദിക്കുകയും വിവരിക്കുകയും ചെയ്യുന്ന സമയത്ത് ചർച്ചകൾ ഉണ്ടാകുന്ന വസ്തുതയുണ്ട്. പൊതുജനങ്ങൾക്കും ചർച്ചയിൽ ആർക്കും പങ്കെടുക്കാൻ പറ്റും എന്നുള്ളതും
ചർച്ചയിലാവട്ടെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ചർച്ചയിൽ ചർച്ചയിൽ തന്നെ ഇത്തരായ ഡോക്ടർമാരും സമൂഹത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രതിനിധികളും സമൂഹത്തിൽ നിന്നും രോഗബാധിതരായിട്ടുള്ള ആൾക്കാരുടെ പ്രതിനിധികളും അവരുടെ ചോദ്യങ്ങളും അവർക്കുള്ള മറുപടിയും ഉൾപ്പെടുത്തി തന്നെയായിരിക്കും മുന്നോട്ട് പോകുക. ഇത് തീർച്ചയായിട്ടും ഹെൽത്ത് ഓറിയൻറ്റഡും സ്പിരിച്വൽ ഓറിയൻറ്റഡും ആയ ചാനൽ കൊണ്ട് തന്നെ ഇതിലെ സ്പിരിച്വൽ ഭാഗങ്ങളും പ്രത്യേകം ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ഭാഗമായ സ്കിൻ ഡിസീസിനോടൊപ്പം തന്നെ പ്രത്യേകം പാർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. നമുക്കെന്നാൽ 3 വിഷയങ്ങളിൽ കിടക്കാം. റിയലി സ്കിൻ ഡിസീസ് എന്താണ്? ഒന്നാമത്തെ പാർട്ട് നമ്മൾ വ്യക്തമായി കണ്ടതാണ്. സ്കിൻ ഡിസീസ് ഉണ്ടാകുന്നതിന് പിന്നിൽ വൈറൽ ഇൻഫെക്ഷൻ, പോസ്റ്റ് വൈറൽ ഡിസീസാണ്, പോസ്റ്റ് വൈറൽ സിൻഡ്രോം ആണ്, പോസ്റ്റ് വൈറൽ മാനിഫെസ്റ്റേഷൻ ആണ്, പോസ്റ്റ് ബാക്ടീരിയൽ മാനിഫെസ്റ്റേഷൻ ആണ്, പോസ്റ്റ് ടോക്സിക് മാനിഫെസ്റ്റേഷൻസ് ആണ് സ്കിൻ ഡിസീസിൻ്റെ പ്രധാന കാരണം. അത് പഴക്കം ചെന്നതായാലും ശരി, ഏതാനും മാസങ്ങളായിട്ടുള്ളതാണെങ്കിലും ശരി, സ്കിൻ ഡിസീസിൻ്റെ കാരണം തന്നെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം തന്നെയാണ്. ആ മാലിന്യത്തെ മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥ പോംവഴി. രണ്ടാമത്തെ വിഷയത്തിൽ നമ്മൾ ഇവിടെ വിവരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് സ്കിൻ ഡിസീസ് ഒരാൾക്കുണ്ടായാൽ അത് നമ്മളെ സൂചിപ്പിക്കുന്നത്, അത് നമ്മളുടെ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടകാരിയായ വസ്തു തന്നെയാണോ എന്നുള്ള വിഷയമാണ് ഇവിടെ വിവരിക്കുന്നത്. സാധാരണയായി നമ്മൾ സ്കിൻ ഡിസീസ് കാണുമ്പോൾ അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യാറുണ്ട്. അങ്ങനെ ഇഗ്നോർ ചെയ്യുന്നത് മൂലം നമ്മൾക്ക് പല അപകടങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. നിന്ന നിപ്പിൽ നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന സംസാരിക്കാറുള്ള വിഷയമാണ്, ഒരു കുഴപ്പമില്ല, എത്ര മിടുക്കനായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു, അല്ലെ നല്ല കുഴപ്പമൊന്നുമില്ലാത്ത ആരോഗ്യവാനായിരുന്നു, നിന്ന നിപ്പിൽ ആളൊന്ന് പോയി, അല്ലെങ്കിൽ ആൾ പാരലൈസ് ചെയ്ത് പോയി. അതിന് വഴിവെച്ചത് വേണ്ട വിധത്തിൽ നമ്മളുടെ ശരീരം പുറമേ കാണിക്കുന്ന മാനിഫെസ്റ്റേഷൻ, അതായത് അടയാളങ്ങൾ, സൈൻ ആൻഡ് സിംറ്റംസിനെ അവഗണിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ശരീരത്തിൽ ടോക്സിക് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് സ്വാഭാവികമാണ്, ത്രോംബോസിസ് ഫോർമേഷൻ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഏത് വൈറസ് നമ്മുടെ ശരീരത്തിൽ കടന്നാലും ബ്ലഡ് ക്ലോട്ടാവും എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. ഏത് വൈറസ് നമ്മുടെ ശരീരത്തിൽ കടന്നാലും ബ്ലഡ് ക്ലോട്ട് ചെയ്യും എന്നുള്ളത് വസ്തുതയാണ്. ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്ലോട്ടിംഗ് ആണെങ്കിൽ പോലും കാലങ്ങൾ കൊണ്ട് അത് ത്രോംബോസിസ് ഫോർമേഷൻ ആയിട്ടുള്ള വലിയൊരു എംബോളിസം പോലെ ഫോം ചെയ്യുകയാണ്. അത് തുടർന്നുള്ള രക്തസഞ്ചാരത്തിന് തടസ്സമായിട്ട് നിൽക്കുകയും ഹാർട്ട് മസിൽസിലേക്ക് ഹാർട്ട് മസിൽസിൽ നിന്ന് രക്തം നൽകുന്ന കൊറോണറി ആർട്ടറി പോലും ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്, ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് സ്കിൻ ഡിസീസിന് കാരണമായ ടോക്സിക് ലെവൽ തന്നെ ഹാർട്ട് ഡിസീസിന് കാരണമായി തീരും എന്ന് പറയാനും ഹാർട്ട് ഡിസീസിൻ്റെ കാര്യം ഇവിടെ വിവരിക്കുവാനും ഇടയാവുന്നത്. യഥാർത്ഥത്തിൽ സ്കിൻ ഡിസീസ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വിഷാംശം ഉണ്ട് എന്ന് തന്നെയാണ്. ഈ വിഷാംശത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടി തന്നെ. നിങ്ങൾ അസുഖത്തിലായിരിക്കുക അല്ല വേണ്ടത്, ആരോഗ്യത്തിലായിരിക്കുകയാണ് വേണ്ടത്. ഗ്രേസ് ടൈം മിനിസ്ട്രി ആകാംക്ഷിക്കുന്നതും ഗ്രേസ് ടൈം മിനിസ്ട്രി കാംക്ഷിക്കുന്നതും ഗ്രേസ് ടൈം മിനിസ്ട്രി ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് നിങ്ങളുടെ ആരോഗ്യമാണ്. നിങ്ങൾ അനാരോഗ്യത്തിലാണെങ്കിൽ നിങ്ങൾ ആരോഗ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും മറ്റ് പോംവഴികളുമാണ് ഗ്രേസ് ടൈം മിനിസ്ട്രി GTM ചാനലിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്ത് ഓറിയൻറ്റഡ് ചാനൽ ആണ്, കൂടാതെ സ്പിരിച്വൽ ഓറിയൻറ്റഡ്. ചെറുതും വലുതുമായിട്ടുള്ള നമ്മൾക്കുണ്ടാകുന്ന സൈൻ ആൻഡ് സിംറ്റംസിനെ നിങ്ങൾ ഒരു കാരണവശാലും അവഗണിക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ചൊറിച്ചിലാവാം, ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ ഏതാനും തടിച്ചു വരുന്നതാവാം, ഒരുപക്ഷെ നിങ്ങളുടെ സ്കിന്നിൽ തടിച്ചു വരുന്നതാവാം, ചുവപ്പ് കളറിൽ കാണുന്നതാവാം, ഒരുപക്ഷെ അവിടെ നീര് വയ്ക്കുന്നതാവാം, ഒരുപക്ഷെ നിങ്ങളുടെ ലിംഫ് നോഡുകൾ സ്വെല്ല് ചെയ്യുന്നതാവാം. ഏത് തന്നെയായാലും
നിങ്ങൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യരുത്. അനാവശ്യമായി തന്നെ ഒരു ലിംഫ് നോഡുകളും ഒരു ഗ്ലാൻഡും സ്വെല്ലിയില്ല, അനാവശ്യമായ സ്കിൻ ഡിസീസ് ഉണ്ടാവില്ല. തക്കതായ കാരണമില്ലാതെ സ്കിൻ ഡിസീസോ ലിംഫ് നോഡുകളോ കോംപ്ലിക്കേഷൻസിൽ ഉൾപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ തീർച്ചയായിട്ടും നമ്മളതിനെ പരിഗണിക്കുകയും നമ്മുടെ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന അപകടകാരിയെ തിരിച്ചറിയാൻ നമ്മൾ പ്രോപ്പറായ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ, വ്യക്തമായ ഇമ്മ്യൂണൈസേഷൻ നടത്തിയാൽ വരും കാലങ്ങളിൽ നമുക്ക് അസുഖമില്ലാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. സാധാരണയായി പല ഹോസ്പിറ്റലുകളിലും ചെന്നിട്ട് നമ്മൾ പറയാറുണ്ട്, അവിടെ ഇത്ര രൂപ ചിലവായി, ഇവിടെ ഇത്ര രൂപ ചിലവായി, കുഞ്ഞിൻ്റെ അസുഖത്തിന്, എൻ്റെ വീട്ടിലെ കുടുംബത്തിലെ ആളുടെ, എൻ്റെ ഭാര്യയുടെ അസുഖത്തിന്, എൻ്റെ ഭർത്താവിൻ്റെ അസുഖത്തിന്, എൻ്റെ അപ്പൻ്റെ അസുഖത്തിന്, എൻ്റെ അമ്മയുടെ അസുഖത്തിന്, എൻ്റെ സുഹൃത്തിൻ്റെ അസുഖത്തിന് ഇത്രയൊക്കെ ചിലവായെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിനുള്ള അവസരം വെച്ചു കൊടുത്തത് നമ്മൾ തന്നെയാണ്. നിസ്സാരമായി കരുതി വൻ കാര്യമായി മാറുന്നു, നിസ്സാരമായി കരുതി വൻ കാര്യമായി മാറുന്ന സാഹചര്യത്തിലേക്കാണ് നമ്മൾ ഒരുക്കി വെച്ചത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ കഴിയാറിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ആവശ്യമായ നമ്മളെ ശുശ്രൂഷിക്കാൻ, നമ്മളെ അസുഖം മാറ്റി തരാനുള്ള എല്ലാ സജ്ജീകരണവും ഡോക്ടർമാരെയും വിദഗ്ധരായ ഡോക്ടർമാരെയും വിദഗ്ധരായ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച ഒരു ഹോസ്പിറ്റൽ നമ്മുടെ ഇടയിൽ വരുമ്പോൾ അതിനെ പഴിചാരിയിട്ട് കാര്യമില്ല. നമ്മൾ ആണ് അങ്ങോട്ട് പോകുന്നത്, നമ്മളെ സേവിക്കുകയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ സാമ്പത്തികം എന്ന് അവർ കോസ്റ്റ് കൂടിയ ഉപകരണങ്ങൾ അവിടെ വെച്ചിരിക്കുന്നു, വില കൂടിയ ഉപകരണങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു അനലൈസേഷന് വേണ്ടിയിട്ട്, പ്രോപ്പറായ അനലൈസേഷന് വേണ്ടിയിട്ട്, യഥാർത്ഥ കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ട്. അവർ ഇലക്ട്രിസിറ്റി ബില്ലുകൾ കൊടുക്കുന്നു, അവർ കെട്ടിടത്തിന് വാടക കൊടുക്കുന്നു, അല്ലെങ്കിൽ കെട്ടിടം വാങ്ങിക്കുന്നു. അതൊക്കെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർ ചാർജ് ഈടാക്കുന്നതിൽ യാതൊന്നും പറയാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങളിൽ നിന്നും ചാർജ് ഈടാക്കാൻ അവർ നിങ്ങളിലേക്ക് വരുന്നില്ല, നിങ്ങളാണ് അവരിലേക്ക് പോകുന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് വസ്തുത. അത്തരത്തിൽ അസുഖം ഉണ്ടാകാതിരിക്കാൻ നോക്കേണ്ടത് അത് നിങ്ങളുടെ ബാധ്യത തന്നെയാണ്. ഇവിടെ സൂചിപ്പിച്ച 3 കാര്യങ്ങളിൽ എന്താണ് ശരിക്കും സ്കിൻ ഡിസീസ്, എന്താണ് സ്കിൻ ഡിസീസ് നമ്മളെ കാണിച്ചു തരാൻ ശ്രമിക്കുന്നത്, സ്കിൻ ഡിസീസും ഹാർട്ട് ഡിസീസുമായിട്ടുള്ള ബന്ധം എന്ത് എന്ന 3 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെ നമ്മൾ വിവരിക്കുന്നത്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കിൻ ഡിസീസ് ചെറുതായാലും വലുതായാലും നിങ്ങളുടെ ഡോക്ടറിനെ കണ്ട്, നിങ്ങളെ സമീപത്തുള്ള ഡോക്ടറായാലും ശരി, ഞങ്ങളായാലും ശരി, നിങ്ങൾ സമീപിക്കുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് ഇത്ര തന്നെ: എൻ്റെ യഥാർത്ഥ ഇമ്മ്യൂണോ അസസ്മെൻറ്റ് നടത്തി എൻ്റെ ശരീരത്തിൽ ടോക്സിക് ലെവലുള്ള അല്ലെങ്കിൽ മാരകമായ പ്രോബ്ലം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വൈറസിൻ്റെ സാന്നിധ്യമോ കാലപ്പഴക്കമുള്ള വൈറസോ ഉണ്ടെങ്കിൽ, ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി തരിക എന്നുള്ള ആവശ്യം നിങ്ങൾ മുന്നോട്ട് വെച്ചാൽ ഏത് ഡോക്ടർമാരും ഏത് ഹോസ്പിറ്റലും അത് സ്നേഹപൂർവ്വം സ്വീകരിക്കത്തേയുള്ളൂ. അതുകൊണ്ട് ഈ പാട്ടിൽ, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ഈ 2ാം പാർട്ടിൽ എടുത്തു പറയത്തക്ക വിഷയം ഇത് തന്നെയാണ്. നിങ്ങളുടെ ഇമ്മ്യൂൺ അസസ്മെൻറ്റ് നടത്തി നോക്കിയാൽ നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് പരിഹരിക്കാനുള്ള മാർഗം നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യത ഉണ്ടാവും. ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ശരീരത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന വൈറസിൻ്റെയോ ബാക്ടീരിയയുടെയോ സാന്നിധ്യം ഇന്ന് ഒട്ടുമിക്കവരും അറിഞ്ഞിരിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്ന വിഷയം തന്നെയാണ്. ആരും ഒട്ടും മുന്നോട്ട് വരാൻ തയ്യാറല്ല. എൻ്റെ രക്തം ഒന്ന് പരിശോധിച്ച് എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, നാളെ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, നാളെ ഞാൻ കുഴഞ്ഞു വീണ് പാരലൈസ് ചെയ്ത് പോകാനോ ഉള്ള സാധ്യതയുണ്ടോ, നാളെ എനിക്ക് സ്ട്രോക്ക് വരാൻ, എൻ്റെ ബ്രെയിനിലെ രക്തസഞ്ചാര തടസ്സം വരാൻ സാധ്യതയുണ്ടോ, എൻ്റെ പാൻക്രിയാസിനോ എൻ്റെ തൈറോയ്ഡ് ഗ്ലാൻഡിനോ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു മുൻകൂട്ടിയുള്ള ഒരു വിശകലനം നടത്താൻ, മുൻകൂട്ടി അനലൈസ് ചെയ്ത് നോക്കാൻ ആരും മുന്നോട്ട് തയ്യാറാവുന്നില്ല. അത് ഏറ്റവും വലിയൊരു അപകടം തന്നെയാണ് ഇന്നത്തെ നമ്മൾ ആഹാര രീതികൾ വെച്ച് നോക്കുമ്പോൾ.
നമ്മളത് അങ്ങനെ നോക്കാതെ പഠിക്കാതെ മനസ്സിലാക്കാതെ പോയി വീണ് പോയതിനു ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക, അവിടെ നമുക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന ഉപകരണങ്ങളിലൂടെ നമ്മൾ കണ്ടെത്തുക കാര്യങ്ങൾ, അത് നമുക്ക് എക്സ്പെൻസായി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ യാതൊരു കാര്യവും അതിൻ്റെ അകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ GTN ചാനൽ 21-ൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ മുഖ്യമായും ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നുള്ള മൂന്നാമത്തെ പാട്ടും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന പാട്ട് തന്നെയാണ്. ഫസ്റ്റ് എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ പാട്ടിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇമ്മ്യൂണോ അസസ്മെൻറ്റ് നടത്തണം എന്നുള്ളത് തന്നെയാണ്. നിങ്ങളൊരു പക്ഷേ രോഗിയായി നിങ്ങൾ കാണുന്നില്ലായിരിക്കാം, നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായില്ലെന്ന് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങളൊരു പരിശോധന നടത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ശാസ്ത്രീയമായി അറിയാൻ കഴിയുക, ശരിയാ എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ പാട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ചെറുതോ വലുതുമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് മുന്നോട്ട് വരണം. അതിന് നിങ്ങളുടെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ നിങ്ങൾ തയ്യാറാവണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്കിൻ ഡിസീസിൽ തന്നെ പല വിഭാഗത്തിലുള്ള അസുഖങ്ങൾ കാണപ്പെടാറുണ്ട്. സോറിയാസിസ്, എക്സീമ, ആക്നെ, അങ്ങനെ പോകുന്നുണ്ട്. ഓരോ രാജ്യങ്ങളിലും സോറിയാസിസ് അസോസിയേഷനുകൾ ഉണ്ട്. ഉദാഹരണം സോറിയാസിസ് അസോസിയേഷൻ ഓഫ് UK, സോറിയാസിസ് അസോസിയേഷൻ ഓഫ് അമേരിക്ക, അതായത് നാഷണൽ ഫൗണ്ടേഷൻ ഓഫ് സോറിയാസിസ്, സോറിയാസിസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, സോറിയാസിസ് അസോസിയേഷൻ ഓഫ് ഇസ്രായേൽ, അങ്ങനെ ഓരോ രാജ്യത്തിനും തനതായിട്ടുള്ള ഓർഗനൈസേഷനുകളുണ്ട്. ഇവരുടെയൊക്കെ വെബ്സൈറ്റുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്കിൻ ഡിസീസ് പിന്നീട് ഹാർട്ട് ഡിസീസിലേക്കും മറ്റ് കോംപ്ലിക്കേഷനിലേക്കും മാറുന്നത് വ്യക്തമായി അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇതാണ്: വൈറസ് നമ്മുടെ ശരീരത്തിൽ കാലാകാലങ്ങളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡ് ക്ലോട്ട് ചെയ്യും. ബ്ലഡ് ക്ലോട്ട് ചെയ്താൽ തീർച്ചയായിട്ടും കൂടുതലായിട്ടുള്ള ത്രോംബോസിസ് ഫോർമേഷൻ ഉണ്ടായിട്ട് അത് പിന്നീട് വലിയ എംബോളിസമായിട്ട്, വലിയ തടസ്സമായിട്ട് രക്തക്കുഴലിനെ സംഭവിച്ചിട്ട് രക്തം ഒട്ടും ഒഴുകാത്ത വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഹാർട്ട് ബ്ലോക്കായി അല്ലെങ്കിൽ രക്തക്കുഴൽ ബ്ലോക്കായി എന്ന് പറഞ്ഞ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് മാറാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മുൻകൂട്ടി മനസ്സിലാക്കി അതിനെ നിന്ന് ഒഴിഞ്ഞു മാറി എടുക്കുവാനുള്ള ശ്രമം ഉണ്ടാവണം എന്ന് തന്നെയാണ് പ്രധാനമായിട്ട് ഞങ്ങൾക്ക് ഈ രണ്ടാമത്തെ പാട്ടോട് പറയുവാൻ മുന്നോട്ട് വയ്ക്കുന്ന വിഷയം. ചെറുതും വലുതുമായ നിങ്ങൾ ഏത് പ്രശ്നമുണ്ടായാലും നിങ്ങൾ ഡോക്ടറിനെ സമീപിക്കുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കേണ്ടത് ആദ്യത്തെ നടപടിയെന്ന് ആദ്യത്തെ ആവശ്യം ഇത് തന്നെയായിരിക്കണം: നിങ്ങളുടെ ബ്ലഡ് ഇമ്മ്യൂൺ അസസ്മെൻറ്റ് നടത്താൻ ആവശ്യപ്പെടുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ തടസ്സമുണ്ടായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്കിൻ ഡിസീസും മറ്റ് അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിൽ തന്നെ ഹാർട്ടിൻ്റെ കാര്യം ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഹാർട്ട് ഡിസീസിനെ കുറിച്ച് തന്നെ മറ്റൊരു എപ്പിസോഡിൽ വ്യക്തമായി വിശദീകരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ അത് കൂടുതലായി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായിട്ടുള്ള നിങ്ങൾ ഏത് പ്രശ്നം ആയാലും ശരി, ഒരു കാരണവശാലും നിങ്ങൾ അതിനെ നിസ്സാരമായി കാണരുത് എന്നാണ് ഞങ്ങൾ ഈ പാർട്ട് 2-ലൂടെ പറയുന്നത്. സ്കിൻ ഡിസീസിന് കാരണമായിട്ടുള്ള ബ്ലഡ് ക്ലോട്ടിങ്, സ്കിൻ ഡിസീസിന് കാരണമായിട്ടുള്ള വൈറസിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ തുടർന്നുള്ള രക്തം കട്ട പിടിച്ച് അവയവങ്ങളിലേക്കുള്ള ഇസ്ചീമിയ പോലുള്ള അവസ്ഥകൾ ഒഴിവാക്കാനും അതുവഴി അവയവങ്ങൾക്കുണ്ടാകുന്ന ഡാമേജുകൾക്ക് പരിഹാരം കാണുവാനും അവയവങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകുവാനും നമുക്ക് മുൻകൂട്ടി കഴിയാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ വ്യക്തമായി തന്നെ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ വരാനിരിക്കുന്ന മൂന്നാമത്തെ പാർട്ടിൽ വ്യക്തമായി വിശദീകരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ പാർട്ടിൽ കാണാം. ഞാൻ ഡോക്ടർ ടെസ്ല തോമസ്, റീസ് ടൈം മിനിസ്ട്രിക്ക് വേണ്ടി സൈനിങ് ഔട്ട്.